ശൈലേ, ഈ കെട്ടുകഥ വിശ്വസിക്കാൻ ഞാനൊരു വിഡ്ഢിയല്ല. ഞാൻ സത്യമാണ് പറഞ്ഞത്. അതെ അതെ, സത്യം മാത്രം പറയും, ന്യായം മാത്രം പ്രവർത്തിക്കും. നിങ്ങളുടെ ഭാര്യയും ഡ്രൈവർ കൈമളും തമ്മിലുള്ള അടുപ്പത്തിൽ അവർ കാമുകന്മാരായിരുന്നു. അതിലൊരു അവർഷമാണ് ഈ കൃത്യത്തിന് നിങ്ങളെ പ്രേരിപ്പിച്ചത്. അവൾ നല്ലവളായിരുന്നു. ഒരു ബന്ധവും. നിങ്ങൾ ശൈലിയുമായി വഴക്കിടുമായിരുന്നുവെന്ന് കുട്ടിയുടെ മൊഴിയിൽ നിന്നും വ്യക്തമാണ്. ആഭരണങ്ങൾക്ക് വേണ്ടി ഡ്രൈവർ കൈമൾ ശൈലയെ കൊന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. ആ ആഭരണം അതേ വീട്ടിൽ വെച്ച് കണ്ടെടുത്തു കഴിഞ്ഞു. മനഃപൂർവ്വം അവളെ കൊന്നിട്ട് കുറ്റം ഡ്രൈവറിൽ ചുമത്തിയാൽ അവൻ കുടുങ്ങുമെന്നും നിങ്ങൾ രക്ഷപ്പെടുമെന്നും കരുതി അല്ലേ? ശൈലയുടെ മരണം തികച്ചും കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകമാണെന്ന പ്രോസിക്യൂഷൻ വാദവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റു തെളിവുകളും കോടതിക്ക് ബോധ്യമാവുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നതിലും തെളിവുകൾ ശേഖരിക്കുന്നതിലും തീർത്തും പരാജയമടഞ്ഞിരിക്കുകയാണ്. യാഥാർത്ഥ്യങ്ങളിൽ നിന്നും വളരെ അകലെയാണ് കേസന്വേഷകർ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് പരസ്പര വിരുദ്ധങ്ങളായ സാക്ഷിമൊഴികൾ ചൂണ്ടിക്കാണിക്കുന്നു. കേസന്വേഷണ സംഘം സത്യത്തിൽ നിന്നും ബഹുദൂരം നിൽക്കുന്നുവെന്നും അന്വേഷണം കാടുകയറിയത് മൂലം യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെട്ടു എന്നുമുള്ള പ്രതിഭാഗം വക്കീലിന്റെ വാദഗതിയോട് കോടതിയും യോജിക്കുന്നു. നിരുത്തരവാദിത്വവും അലംഭാവവും നിറഞ്ഞ ഈ കേസന്വേഷണത്തിൽ കോടതിക്ക് ഉത്കണ്ഠയുണ്ട്. ഈ കേസിൽ പ്രതി മേൽപ്പറഞ്ഞ കുറ്റകൃത്യം ചെയ്തിട്ടില്ലെന്നും നിരപരാധിയാണെന്നും കോടതിക്ക് ഉത്തമ ബോധ്യം വന്നിട്ടുണ്ട്. ആയതിനാൽ പ്രതിയെ നിരുപാധികം വിട്ടയച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട കോട്ടലക്ഷ്യത്തിന് എന്നെ ശിക്ഷിക്കുമായിരിക്കും. എങ്കിലും ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ എനിക്ക് സന്തോഷമില്ല. കാരണം ഞാൻ നിരപരാധിയാണ്. എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാൻ അഹോരാത്രം കഷ്ടപ്പെട്ടു. മണിക്കൂറിന് 10,000 പ്രതിഫലം വാങ്ങുന്ന പണ്ഡിതന്മാരായ നിയമജ്ഞന്മാരുടെ സേവനമുണ്ടെങ്കിലേ നീതി ലഭിക്കൂ എന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എന്റെ ഭാര്യ ശൈല കൊല ചെയ്യപ്പെട്ടതാണെന്ന് കോടതിയും സമ്മതിച്ചു. ഞാൻ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യവുമായി. എങ്കിൽ കുറ്റവാളി എവിടെ? ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുന്നുള്ളത് പോലെ തന്നെ പരമപ്രധാനമാണ് ഒരു കുറ്റവാളി പോലും രക്ഷപ്പെടരുന്നുള്ളത്. കോടതിക്കിതിൽ എന്ത് പറയാനുണ്ട്? നിങ്ങളുടെ വികാരവും ആവേശവും മനസ്സിലാക്കുന്നു. പോലീസ് ഹാജരാക്കുന്നവരെ നിരപരാധികളായി കോടതി വിട്ടയച്ചാൽ യഥാർത്ഥ കുറ്റവാളികളെ വീണ്ടും തിരയാനും ശിക്ഷിക്കാനും നിയമം വേണം. മൺകുടിലും മണിമന്ദിരത്തിലുമുള്ളവർക്ക് ഒരേപോലെ നീതി ലഭിക്കാൻ ഈ നിയമങ്ങൾ പോരെങ്കിൽ ശതാബ്ദങ്ങൾക്ക് മുമ്പ് ചിട്ടപ്പെടുത്തിയ ചട്ടങ്ങൾ പൊളിച്ചെഴുതിയേ തീരൂ. സമ്പന്ന വർഗത്തിന്റെ ചൊൽപ്പടിക്ക് നിയമം നിന്നാൽ സാധാരണ ജനങ്ങൾക്ക് കോടതിയോടുള്ള വിശ്വാസം നഷ്ടപ്പെടും. അവർ നിയമം കൈയെടുത്തുന്നു വരും. ഞാൻ ചോദിച്ചില്ല. അതെന്താ? രമേശിനെ നീ മറക്കുന്നതാണല്ലോ.
എന്താ രാഘവ ഈ സമയത്ത്? ആ കൈമളുടെ ആൾക്കാര് ചന്ദനം കടത്തുന്നു. സ്വർഗത്തിലെ കട്ടറമ്പയെ പോലെ ഇവിടെയും എത്തിയ ആ വർമ്മ അവനെ കൊടുക്കാൻ വേണ്ടിയാ കുറച്ച് ആഭരണങ്ങൾ അവന്റെ വീട്ടിൽ കൊണ്ടിട്ടത്. എന്നിട്ടും അവൻ കുടുങ്ങിയില്ല. അന്ന് അവൻ എന്നെ ഡിസ്മിസ് ചെയ്യിക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇന്ന് അവന് നമ്മളെ രോഗം പോലും അനക്കാൻ പറ്റില്ല. എന്ന് നമുക്കത് തറപ്പിച്ചു പറയാൻ പറ്റില്ല. അവന്റെ ഭാര്യയെ കൊന്ന കേസ് പ്രകാരം തേച്ചുമാച്ച് കളഞ്ഞു. പക്ഷെ ഇത് സഹായത്തിനും മകനുമുണ്ട്. അച്ഛനും മകനും ചേർന്നാണ് ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ പിടിച്ച റോഡ് കോടതിയിൽ നിന്ന് വിട്ടുകിട്ടാൻ വിഷമമാണെന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞത്. ഏതായാലും അവനെ ഇനി ഇവിടെ തുടരാൻ അനുവദിക്കരുത്. ഞാൻ DIG 2 പ്രാവശ്യം പറഞ്ഞു, അല്പം കൂടെ കഴിയട്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഗുരുവും കൂട്ടരും അല്പം ചടച്ചു നിൽക്കുകയാണ്. SI അവർക്കും പേടിയായി തുടങ്ങി. ഞാൻ DIG ഒന്നുകൂടെ കണ്ടു നോക്കട്ടെ. കണ്ടിട്ട് എന്താ കാര്യം? ആരെ ട്രാൻസ്ഫർ ചെയ്താലും കോടതി സ്റ്റേ ചെയ്യാൻ കാത്തിരിക്കില്ലേ? ബാക്കി ചന്ദന എവിടെ? മുഴുവൻ കാട്ടിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഗാർഡുമാർക്കും പേടിയായി തുടങ്ങി. എനിയിൽ ലോഡ് അവൻ കസ്റ്റഡിയിൽ എടുത്താലോ എന്നാണ് അവർ ചോദിക്കുന്നത്. നാശം പിടിക്കാൻ. നമ്മുടെ വകുപ്പ് മന്ത്രിയാണെങ്കിൽ വനം വികസനത്തെ കുറിച്ച് പഠിക്കാൻ ഗൾഫ് പര്യടനത്തിന് പോയിരിക്കുക. മരുഭൂമിയിലോ? കൊള്ളാം. പിന്നെ അടുത്ത ആഴ്ച ക്യാമറമാൻ വരും. അതിന് നാടൻ പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യും? എങ്ങനെയും അവർക്ക് സ്റ്റഫ് കൊടുക്കണം. ഇക്കാര്യവും രാഘവനിൽ നിന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അവനെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ? അത് അവസാനത്തെ കൈ. ഏതായാലും ഈ പ്രാവശ്യം ക്യാമറാമാനെ മടക്കാൻ പാടില്ല. അല്ല, വരുമല്ലോ. നാളെയാണ് സ്പെഷ്യൽ പ്രോഗ്രാം. ഓക്കെ, ശരി. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ, എനിക്ക് ഒരു സങ്കടം പറയാനുണ്ട് സാർ. ഞാൻ കല്യാണം കഴിച്ചൊരു പുരുഷനാ. പക്ഷെ എനിക്ക് കുട്ടികളില്ല. അതിനെങ്ങനെ സാർ? എങ്ങനെ? മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിയിട്ടാണ് സാർ. അത് നേരെ അങ്ങോട്ട് ഇരിക്കാൻ തുടങ്ങും. പൂവാരന്മാര് തെരുപ്പാട്ട്. അത് ഏത് ജാതി? അമ്മ പെണ്ണന്മാരെന്ന് കേട്ട് സഹിക്കുന്നു സാർ. എന്റെ ഭാര്യന്റെ റാണി. അവക്ക് ശക്തിയും തന്റെയോ അന്തസ്സും അഭിമാനവും ഞാനുണ്ട് സാർ. കാര്യം പറയണോ? പക്ഷേ അവളുടെ ചേച്ചി ഉണ്ടല്ലോ, എന്താണ് പേര്? സുമ. അവളുടെ കാര്യമാണ് സാർ കഷ്ടം. അവൾക്ക് ആരുമില്ല. അവളുടെ പേര് ചെറുപ്പാട്ട് മുഴുവനും ഓരോ പാട്ടിന് ആദ്യവും നടുക്കലും അവസാനം സുമം 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 എന്നാണ് സാർ പാട്ട്. സാർ ഇതിനൊരു അതിര് വേണ്ടേ? ഒരു അവസാനം വേണ്ട സാർ. ശരി, അപ്പോ പൂവാലം വേണ്ട തെരുപ്പാട്ടൊക്കെ അവസാനിപ്പിക്കാം. വലിയ ഉപകാരം സാറേ. ഉപകാരം സാർ. ഞാൻ വെച്ചത് ഓ ഈശ്വരാ. നിന്നെ ഞാൻ എവിടെല്ലാം തിരക്കി. നീ എപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഡാഡി വന്നു. ഞാൻ ഇന്ന് വൈകിട്ട് പോകും. നീ പോയാൽ ഇനി ഞാൻ എന്ത് ചെയ്യും? നീ ഇങ്ങനെ സെന്റിമെന്റൽ ആകാതെ. ഞാൻ തോറ്റു. നീ പറഞ്ഞത് തന്നെ സംഭവിച്ചു. എല്ലാം ശരിയാകും. നീ ഒരു ധൈര്യശാലിയില്ലേ? ഇപ്പൊ എവിടെയാ ധൈര്യമൊക്കെ? ഇങ്ങനെ പറഞ്ഞു തരാൻ ഇനി എനിക്ക് ആരാ ഉള്ളത്? അമ്മയില്ല, ആരുമില്ല. ഞാൻ ഈ വീട്ടിൽ കിടന്ന് ചാകും. നീ വാ, എല്ലാം ശരിയാകും. വാ പോകാം. കല്യാണം അമ്പലത്തിൽ വെച്ച് തന്നെ നടത്തണം. ബാക്കിയെല്ലാം മോന്റെ ഇഷ്ടം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അച്ഛന് അത്ര ഇഷ്ടമായിട്ടില്ല. എന്നാലും എന്റെ തീരുമാനം ഉറച്ചതാണ്. എല്ലാം നിങ്ങളുടെ മഹാഭാഗ്യം മോനെ. ഞാൻ ഇറങ്ങട്ടെ.
അദ്ദേഹത്തിനോട് എല്ലാം തുറന്നു പറയണം. അല്ലാതെ ഈ വിവാഹം വേണ്ടമ്മേ. മോളെ, അബദ്ധം പറയരുത്. നമ്മൾ പെണ്ണുങ്ങൾ കഴിഞ്ഞതെല്ലാം ഒന്നും തുറന്നു പറയാൻ പാടില്ല. നമ്മൾ കുറ്റക്കാരല്ല. അങ്ങനെയൊന്നും സംഭവിച്ചെന്ന് വെച്ച് നമുക്ക് മരിക്കാൻ പറ്റുമോ? നിനക്കൊരു നല്ല ഭാവിക്ക് വേണ്ടിയല്ല മോളെ നമ്മൾ അവിടം വിട്ട് പോകുന്നത് തന്നെ. മുഖത്ത് വന്ന് മഹാലക്ഷ്മി തട്ടിക്കളയരുത്. അയാൾക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, വന്ന് പറഞ്ഞു, നമ്മൾ സമ്മതിക്കുന്നു. നീ ഒന്നും ആലോചിച്ച് തല പുണ്ണാക്കണ്ട. മോനെ, നിന്നേക്കാൾ കൂടുതൽ ലോകം കണ്ടവനാണ് ഞാൻ. നമ്മുടെ തറവാടിന്റെ അന്തസ്സും പാരമ്പര്യവും നീ കളഞ്ഞു കുളിക്കരുത്. തറവാടിനെ പറ്റിയും അന്തസ്സിനെ പറ്റിയും പറയാൻ അച്ഛനുടെ അവകാശമാണുള്ളത്. നീ ചെറുപ്പമാണ്. അവരുമായുള്ള ബന്ധം നമുക്ക് പറ്റിയതല്ല. അവരിൽ എന്ത് കുട്ടി അച്ഛൻ കാണുന്നത്? അവർ പാവപ്പെട്ടവരാണെന്നത്. എടാ, അവരെ പറ്റി നീ അറിയാൻ ഇനിയുമുണ്ട്. ഞാനത് പറയാം. എനിക്കത് കേൾക്കണ്ട. അച്ഛൻ നോക്കുമ്പോ അവർക്ക് പല കുറ്റവും കുറവും കാണും. ഞാൻ പറയുന്ന മുഴുവൻ നീ ഒന്ന് കേൾക്ക്. സ്വന്തം ഭാര്യയെ കൊന്നതിനേക്കാൾ മാന്യത അവർക്കുണ്ട്. മോനെ, ലോകം മുഴുവനും എന്നെ കൊലയാളി എന്ന് വിളിച്ചോട്ടെ. പക്ഷേ നീ എത്ര തവണ ഞാനിത് കേൾക്കുന്നു? ഒന്നുകിൽ അച്ഛൻ പോകണം, അല്ലെങ്കിൽ ഈ കല്യാണം നടത്തരണം. പോകാൻ ഞാൻ ഒരുങ്ങിയിറങ്ങിയതാണ്. ഒന്നുകൂടി ചെയ്തു തീർക്കാനുണ്ട്. അതുവരെ എനിക്കിവിടെ താമസിച്ചേ പറ്റൂ. പക്ഷേ നിന്റെ കല്യാണത്തിൽ ഞാൻ പങ്കെടുക്കില്ല. അച്ഛൻ എന്നും വാശിയേ ഉള്ളൂ. പക്ഷേ എന്നും ഒരാൾ വിജയിക്കില്ല. ഗുരുവല്ല കൊളക്കടവിലോ അമ്പലത്തിലോ വെളുപ്പിനിച്ചില്ല. എന്നിട്ട് കൊള്ളാവുന്ന ഏതിനെങ്കിലും ഒന്ന് പൊക്കിയെടുക്ക്, ആൾക്കാർ കൂടുതൽ കാണും. പഴയതുപോലെയല്ല. ആ SI നമ്മളെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അവനും അവന്റെ തന്തേ. ആ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ പോയി നോക്കാം. ഇല്ലേ, പോയി നോക്കിയാ പോരാ, കൊണ്ടുവരണം. നമസ്കാരം സാർ. ഞാൻ മിസ്റ്റർ രമേശിനെ ഒന്ന് കാണാൻ വന്നതാ. അവൻ പുറത്തു പോയിരിക്കുക. വരൂ. ആരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ കൈമളിന്റെ മകളാ, രേഖ. അവനെ കണ്ടിട്ട് എന്താ ഇത്ര അത്യാവശ്യം? ഞാൻ രമേശിനെ സ്നേഹിച്ചു പോയി. അതിന്? അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. കൈമളുടെ മകൾക്ക് ഈ വർമ്മയുടെ മകനെ തന്നെ വേണം കല്യാണം കഴിക്കാൻ. ശരി, നിന്റെ അച്ഛൻ ചെയ്ത പാപത്തിന്റെ കറ തലമുറകൾ കഴിഞ്ഞാലും കഴുകിക്കളയാൻ സാധ്യമല്ല. യു ബ്ലഡി ബിച്ച്. എന്തായി കാണിക്കുന്നത്? എന്റെ മകനെ നിനക്ക് കല്യാണം കഴിക്കണം അല്ലേ? അച്ഛനകത്ത് വേണം. സോറി, എന്റെ വിവാഹം നിശ്ചയിച്ചു. ഇന്ന് ഗണം. എന്റെ മകനെ നിനക്ക് കല്യാണം കഴിക്കണം അല്ലേ? എന്റെ വിവാഹം നിശ്ചയിച്ചു. ഇന്ന് ഗണം.
മലയുടെ മോളില്ലേ? അയ്യോ, അത് വണ്ടി ഇടിച്ച് മരിച്ചു പോയി സാർ. കൈമളിനൊരു തിരിച്ചടി.